الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബലിപെരുന്നാളും ഹജ്ജും എല്ലാം കഴിഞ്ഞു. ഇത്തരം വലിയ ഇബാദത്തുകളിൽ നിന്നുള്ള വിരാമം ആരാധനയിൽ നിന്ന് ദുനിയാവിലേക്കുള്ള മടക്കമായി പൊതുവെ കണക്കാക്കാറുണ്ട്. ദീനിൽ നിന്ന് ദുനിയാവിലേക്കുള്ളൊരു മടക്കം. യഥാർത്ഥത്തിൽ ഖുർആൻ ഇബാദത്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു മടക്കം ആകരുത് എന്ന് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നമസ്കാരം കഴിഞ്ഞാൽ അദ്കാറുകളാണ്, ദിക്റുകളാണ്, സുന്നത്ത് നിസ്കാരവും മറ്റൊക്കെയായി. അതുപോലെ ഹജ്ജ് കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നത് ഫൈദാ ഖളൈതും മനാസിക്കക്കും, നിങ്ങളുടെ ഹജ്ജ് പരിപാടികളൊക്കെ കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഓർമ്മിക്കണം, അള്ളാഹുവിനെ സ്മരിക്കണം, അള്ളാഹുവിനെ ദിക്ർ ചെയ്യണം. ഏതുപോലെ കദിക്രിക്കും ആബാഅക്കും, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ ഓർമ്മിക്കാറുള്ളത് പോലെ, ഔ അശദ്ദ ദിക്റ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ. ജാഹിലിയ കാലത്ത് ഹജ്ജിന്റെ വേളയിലും ഹജ്ജ് കഴിഞ്ഞാലും അറബികൾ ഇങ്ങനെ കൂടിയിരുന്നാൽ പിതാക്കന്മാരുടെ വമ്പ് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് തറവാട്ടുകാരാണ്, ഞങ്ങളാണ് ഇതൊക്കെ നടത്തി കൊണ്ടുവരാറുള്ളത്, അവിടെ അങ്ങനെ ചെയ്തത് ഞങ്ങളാണെന്ന് പറഞ്ഞ് വമ്പ് പറയുന്ന, പിതാക്കന്മാരുടെ വമ്പ് പറയുന്ന പരിപാടി. അള്ളാഹ് പറയുന്ന ആ വമ്പല്ല നിങ്ങൾ പറയണ്ട, നിങ്ങൾ അള്ളാന്റെ വമ്പ് പറയണം. നിങ്ങൾക്ക് പറയാനുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചാകണം, അതാ അള്ളാഹുവിനെ ഓർമ്മിക്കൽ. അപ്പൊ ഹജ്ജിൽ നിന്ന്, പെരുന്നാളിൽ നിന്നുള്ള വിരാമം ഒരിക്കലും ദിക്റിൽ നിന്നുള്ള വിരാമമല്ല, മറിച്ച് ദിക്റിന്റെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്കുള്ള പാലായനമാണ്. അതാണ് നമ്മുടെ ജീവിതം. ദിക്റില്ലാത്ത ജീവിതമില്ല. നിരന്തരമായ ദിക്റാണ് നമ്മുടെ ജീവിതത്തിന്റെ കാതൽ. എപ്പോഴും അള്ളാഹുവിനെ ഓർമ്മ വേണം, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുക. ഒരു ദിവസം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ വഴിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. സഹാബാക്കളുണ്ട് കൂടെ. അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മലയുടെ അടുത്തുകൂടി സഹാബാക്കളുമായി നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സീറു ഹാദാ ജുംദാൻ, നിങ്ങൾ നടക്കൂ, ഇത് ജുംദാൻ മലയാണ്, ജുംദാൻ പർവ്വതമാണ്. ആ പർവ്വതത്തിന്റെ പേര് റസൂലുള്ളാഹി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സബഖൽ മുഫർരിദൂൻ, മുഫർരിദീങ്ങളൊക്കെ വളരെ മുന്നിൽ പോയി, അവരാണ് ഏറ്റവും മുന്നിലെത്തുന്ന മുമ്പന്മാർ. സഹബാക്കൾക്ക് നല്ലോണം അറബി അറിയാം, പക്ഷെ റസൂൽ എന്തായി പറഞ്ഞതെന്ന് മനസ്സിലായില്ല. ഏതാ ഈ മുഫർരിദീങ്ങൾ?
ഏകാന്തതയുള്ള ആളുകൾ എന്ന് വേണമെങ്കിൽ അതിനർത്ഥം പറയാം. സഹാബാക്കൾ ചോദിച്ചു, വമൽ മുഫർരിദൂന യാ റസൂലല്ലാഹ്, ആരാണ് റസൂലേ മുഫർരിദീങ്ങൾ? റസൂലുള്ളാഹി പറയുന്നു, വദ്ദാക്കിറൂനല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്, അല്ലാഹുവിന് കൂടുതലായി ദിക്ർ ചൊല്ലുന്ന പുരുഷന്മാരും സ്ത്രീകളുമാണ്. അവര് മഹ്ശറയിലെത്തിയാൽ വളരെ മുന്നിലാണവർ. ബാക്കിയുള്ളവരൊക്കെ അവരെ പിന്നിലായിരിക്കും. സബക്ക, അവര് സാബിഖീങ്ങളാണ്, മുമ്പന്മാരാണെന്ന് ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് ഈ ദിക്ർ ചൊല്ലുന്ന ആളുകൾ, അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന ആളുകൾ അങ്ങനെ മുന്നിലെത്താനുള്ള കാരണം? മഹ്ശറയിലേക്ക് പോകുന്ന സമയത്ത് നടത്തം പിന്തിപ്പോകുന്നത്, നടക്കാൻ കഴിയാതിരിക്കുന്നത് പാപഭാരമുള്ളത് കൊണ്ടാണ്. നമ്മൾ ചെയ്യുന്ന അഅ്മാലുകൾ നമ്മെ നടത്താൻ സഹായിക്കും, നമ്മുടെ നടത്തത്തിന് സഹായകമായി വരും. പക്ഷെ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളാകട്ടെ, ആ പാപങ്ങൾ അവൻ പേറി നടക്കണം. ഖുർആനിൽ പറയുന്നില്ലേ, ഒരാളുടെ പാപഭാരം വേറൊരാൾ ഏറ്റെടുക്കൂല, അവൻ തന്നെ വഹിക്കേണ്ടി വരുമെന്ന്. അപ്പം നടക്കാൻ കഴിയൂല. എന്തൊക്കെ ഭാരങ്ങളാ ഗീബത്ത് പറഞ്ഞത്, നമീമത്ത് പറഞ്ഞത്, നാവ് കൊണ്ടുള്ളത്, കണ്ണുകൊണ്ടുള്ളത്, കാലുകൊണ്ടുള്ളത്, മനസ്സുകൊണ്ടുള്ളത്, ഒരുപാട് പാപഭാരവുമായി മഹ്ശറയിലേക്ക് പോകുന്നൊരു രംഗമുണ്ട്. അത് വലിയ പ്രയാസമുള്ള രംഗമാണ്. എന്നാൽ ദുനിയാവിൽ നിന്ന് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ പാപങ്ങൾ മുഴുവനും ഇവിടെ പൊറുക്കപ്പെടുകയാണ്. അവർക്ക് പിന്നെ പാപത്തിന്റെ ഭാരങ്ങളില്ല. അവർ സാബിഖീങ്ങളായി നേരെ വളരെ മുമ്പന്മാരായി മുന്നിൽ പോകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദിക്ർ ഒരു ശീലമാക്കണം. ജീവിതത്തിൽ ദിക്ർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയണം. എന്ത് ദിക്റാ ചൊല്ലുക? പലർക്കും സംശയ. ഏറ്റവും നല്ലൊരു ദിക്ർ പറഞ്ഞേരി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നമുക്കറിയാവുന്ന ദിക്റുകൾ തന്നെ. അതിൻ്റെയൊക്കെ ഗൗരവം, അതിൻ്റെ വലുപ്പം റസൂലുള്ളാഹി പറഞ്ഞു തന്നത് നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂല് പറയാം, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ അറിയാത്ത ആൾക്കാരുണ്ടോ? അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, ഞാൻ അവനെ സ്തുതിക്കുന്നു. ഫീ യൗമിൻ മിഅത്ത മറ, ഒരു ദിവസം 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഒരു പണിയുമില്ല. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയാം, എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും പറയാം, സഹോദരിമാർക്ക് അവരുടെ ജോലി സമയങ്ങളിലൊക്കെ പറയാം. എന്നാ ഹുത്തത്ത് ഖത്തായ, ഓന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടും. വഇൻ കാനത്ത് മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിൽ തിരമാലകൾ അടിച്ചു വീശുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന നുരകൾ, പതകൾ അത്രയും വലിയതാണെങ്കിലും, അത്രയും എണ്ണമുണ്ടെങ്കിലും ആ പാപങ്ങൾ മുഴുവനും ഓരോ ദിവസം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ പറഞ്ഞാൽ പൊറുക്കപ്പെട്ടുപോയി. മഹ്ശറിലെത്തിയ ഒരു ഭാരം ഉണ്ടാവൂല. നല്ലോണം ഓടാം, എവിടെയും മുന്നിലെത്താം. റസൂല് പറയുന്നു, സബഖൽ മുഫർരിദൂൻ, ദിക്ർ ചെല്ലുന്ന ആളുകൾ വളരെ മുന്നിലാണ്. ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഓരോ ദിവസവും 100 വട്ടം ചൊല്ലാൻ. അവരാ മഹ്ശറയിലെത്തിയാൽ അവിടുത്തെ VIP കളായിരിക്കും. ഗ്രീൻ ചാനലിലൂടെ അവരുടെ പോക്ക്, എവിടെയും കാത്തിക്കാനില്ല, ഒക്കെ പൊറുക്കപ്പെട്ടു പോയിട്ടുണ്ട്. മുഫർരിദ് എന്ന് പറഞ്ഞാൽ തന്നെ ഒഴിഞ്ഞു നിൽക്കുക, ഒരേകാന്തത. അതായത് അള്ളാഹുവുമായി സംസാരിക്കാൻ, അള്ളാഹുവിനെ ഓർമ്മിക്കാൻ മറ്റ് ബന്ധങ്ങളൊക്കെ അല്പം ഒഴിവാക്കുക. സദാസമയവും ആളുകളുമായി കൂടിപ്പെട്ട്, ദുനിയാവുമായി കൂടിപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ, പ്രായമൊക്കെ ആയി വരികയല്ലേ. അപ്പൊ ഇടക്ക് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. ഈ മുഫർരിദ് ഏകാന്തത എന്ന് പറഞ്ഞാൽ ദുനിയാവ് ബഹിഷ്കരിക്കലല്ല. ദുനിയാവിനെ ബഹിഷ്കരിക്കാൻ ഇസ്ലാം നമ്മോട് പറയുന്നില്ല, മറിച്ച് ദുനിയാവിൽ അഭിരമിക്കാതിരിക്കലാണ്. അതിലങ്ങ് മുഴുകിപ്പോവുക. ആ ആസ്വാദനം മാത്രമാണ് എൻ്റെ ജീവിതം എന്ന മട്ടിൽ ഒരഭിരമിക്കുന്ന ഐഹികമായ ജീവിതം അതുണ്ടാകാതിരിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നത്. വെറും ദുനിയാവിന്റെ പിന്നാലെ ഓടി ജീവിതം അങ്ങ് തീർത്ത് കളയരുതേ എന്ന്. അപ്പൊ ദുനിയാവ് ഒഴിവാക്കലല്ല, മറിച്ച് ദുനിയാവിനെ ദീന് കൊണ്ട് നിയന്ത്രിക്കലാണ്.
ദുനിയാവിനെ ദിക്ർ കൊണ്ട് നിയന്ത്രിക്കലാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ, ചിന്ത. ആ ഓർമ്മയും ചിന്തയും വാക്കുകളും കൊണ്ട് ദുനിയാവിനെ നിയന്ത്രിക്കുക എന്നതാണ് ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിക്ർ ഇല്ലെങ്കിലും മനസ്സ് മരിച്ചവും കേട്ടോ. നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ പൂട്ടിക്കിടക്കുകയാ. അതിന്റെ താക്കോൽ അള്ളാഹുവിന്റെ കയ്യിലാ. അത് തുറന്നു കിട്ടിയാൽ അതിലും കൊണ്ടുവെക്കാം ഒരുപാട് നിധികളും ഗനികളും ആഖിറത്തിലേക്ക് ഉപകാരമുള്ള പലതും. പൂട്ടിയിട്ട് നടക്കരുത്, ഒന്ന് തുറന്നു തരാൻ അള്ളാഹിനോട് പറയണം. അതിനായി ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നേർവഴിക്കാക്കണേ, എന്റെ മനസ്സൊന്ന് തുറന്നു തരണേ. മനുഷ്യന്റെ മനസ്സ് അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അതിനാണ്. അതുകൊണ്ട് ആ ഹൃദയത്തിൽ എപ്പോഴും ദിക്റുണ്ടെങ്കിൽ അത് വിശാലമാകും, അതിന് ജീവനുണ്ടാകും. ഇല്ലെങ്കിൽ മരിച്ചു എന്നാ റസൂല് പറഞ്ഞത്. അതാണ് റസൂല് പറയാ, മസലുല്ലദീ യദ്കുറു റബ്ബഹു, റബ്ബിന് ദിക്ർ ചൊല്ലുന്ന ആളുകളുടെ ഉദാഹരണം, വല്ലദീ ലാ യദ്കുറു റബ്ബഹു, ജീവിതത്തിൽ ദിക്ർ ഇല്ലാത്തവന്റെ ഉദാഹരണവും, മസലുൽ ഹയ്യി വൽ മയ്യിത്തി, മുത്തഫഖുൻ അലൈഹിയ, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ. മരിച്ചവനും ജീവിച്ചിരിക്കുന്നവനും പോലെയാണ്. ദിക്റുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്നവർ, അല്ലാത്തവർ നടന്നുകൊണ്ടിരിക്കുന്ന ശവം, മരിച്ചിട്ടുണ്ട്. ഹൃദയം മരിച്ചുപോയി, ശരീരത്തിന് മാത്രമേ ജീവുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് ജീവൻ വേണമെങ്കിൽ നിരന്തരമായി അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ മനസ്സ് മാത്രല്ല, വീട്ടിലെപ്പോഴും മൊബൈലിന്റെ ശബ്ദാണ്, പാട്ടാണ്, ടിവിന്റെ ശബ്ദാണ്. ദിക്റില്ല, ഖുർആനിന്റെ ശബ്ദമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല, സുബ്ഹാനല്ലാഹ് ഇല്ല. ആ വീട് മരിച്ചതാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് പറയാ, മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീഹി, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന വീട്, വൽ ബൈത്തുല്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലാത്ത വീടും, മസലുൽ ഹയ്യി വൽ മയ്യിത്തി, ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും പോലെയാണെന്ന് ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസ്. അപ്പൊ ശരിയായ ദിക്റുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇതുപോലുള്ള ശരിയായ ദിക്റുകൾ മുഅ്മിനീങ്ങൾ താമസിക്കുന്ന വീടുകളിൽ നിന്ന് ഉയർന്നു കേട്ടുകൊണ്ടിരിക്കണം. വീട് നമ്മുടെ ദിക്റ് കേൾക്കണം. ഒരു ദിവസം റസൂലുള്ളാഹി സഹാബാക്കളോട് ചോദിക്കുകയാ, അയഅ്ജിസു അഹദുക്കും അൻ യക്സിബ കുല്ല യൗമിൻ അൽഫ ഹസന, നിങ്ങൾക്ക് ഓരോ ദിവസവും 1000 നന്മ ചെയ്യാൻ കഴിയുമോ? 1000 നല്ല പ്രവർത്തികൾ, ഒന്നെണ്ണിയൊക്കെ വൈകുന്നേരം ആകുമ്പോ 1000 നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ എന്ന് സഹാബാക്കൾ ചോദിച്ചു. കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, കൈഫ യക്സിബു അഹദുന അൽഫ ഹസന, 1000 നന്മകൾ ഓരോ ദിവസവും എങ്ങനെയാണ് റസൂലേ ചെയ്യുക? അല്ലാഹു റസൂല് പറയാ, യുസബ്ബിഹു മിഅത്ത തസ്ബീഹ, ഒരു 100 വട്ടം സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞൂടെ? 1ക്ക് 10 കൂലി. അപ്പൊ 100 ചൊല്ലിയാൽ 1000 കൂലി കിട്ടൂലേ? 1000 നന്മയാകൂലേ? ഫയുക്തബു ലഹു അൽഫു ഹസന, 1000 നന്മ. ഔ യുഹത്തു അൻഹു അൽഫു ഖതിയ, 1000 തെറ്റ് പൊറുക്കപ്പെട്ടു പോയി. ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന സ്വഹീഹായ ഹദീസ്. ദിക്റുകൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ്. തൗഹീദ് നല്ലോണം നമ്മൾ ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. നാം ആ വിശ്വസിച്ച റബ്ബിനെ എത്ര തവണ നമ്മൾ ദിക്റിലൂടെ, അദ്കാറിലൂടെ ഓർമ്മിക്കാറുണ്ട്? സഹാബാക്കളെ പോലെ. സഹാബാക്കൾ എങ്ങനെയാ? നിരന്തരമായി ദിക്ർ ചൊല്ലുന്നവരാ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, രാവിലെയും വൈകുന്നേരവും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ 100 മറ, 100 തവണ, രാവിലെയും വൈകുന്നേരവും എന്തെങ്കിലും പണിയുണ്ടോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ പറയാൻ, ലം യഅതി അഹദു യൗമൽ ഖിയാമത്തി ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി, ആ മനുഷ്യൻ കൊണ്ടുവന്നതിനേക്കാൾ നല്ലതുമായി ഖിയാമത്തിൽ ഒരു മനുഷ്യൻ വരൂല. ഏറ്റവും നല്ലത് മഹ്ശറയിലേക്ക് കൊണ്ടുപോയ വ്യക്തി അവനായിരിക്കും. ഇല്ല അഹദുൻ ഖാല മിസ്ല മാ ഖാല ഔ സാദ അലൈഹി, അവൻ പറഞ്ഞതിനേക്കാൾ കൂടുതലോ അവൻ പറഞ്ഞതുപോലെയോ പറഞ്ഞ ആളുകൾ ഒഴികെ. അതുപോലെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വരൂ എന്ന് ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും.
സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് തന്നെ വലിയ അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ റസൂല് പറയാ, അങ്ങക്ക് സ്വർഗത്തിലെ നിധി വേണോ? ഭൂമിയിലെ നിധി തന്നെ കിട്ടിയ വലിയ ഭാഗ്യാണ്. പലരും ആഗ്രഹിക്കാറുണ്ട് വല്ല നിധിയും കിട്ടിയിരുന്നെങ്കിലെന്ന്. ദാരിദ്ര്യം ഉണ്ടാകുന്ന സമയത്ത്, പഴയ വീടൊക്കെ പൊളിച്ച് കളക്കുന്ന സമയത്ത് നിധി കിട്ടുമോ എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട്. റസൂല് പറയാം, അങ്ങക്ക് സ്വർഗത്തിലെ നിധി വേണോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, എനിക്കൊരു കഴിവുമില്ല, എനിക്കൊരു പ്രാപ്തിയുമില്ല, മുഴുവൻ നീ ചെയ്തു തരണേ എന്നാണ് ഈ പറയുന്നത്. ഇബാദത്ത് ചെയ്യാനുള്ള ത്വാഖത്ത് നീ തരണം, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒഴിവാകാനുള്ള കഴിവ് നീ തരണം. എനിക്ക് എന്റേതായി സ്വന്തമായി യാതൊരു കഴിവും പ്രാപ്തിയും ഇല്ല അല്ലാഹ്. ഞാൻ പൂർണ്ണമായി ഇതാ നിന്നിലേൽപ്പിച്ചിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹിനെ കൊണ്ടല്ലാതെ ഹൗലില്ല വലാ ഖുവ, ഖുവത്തുമില്ല, ഒരു കഴിവുമില്ല, ഒരു പ്രാപ്തിയുമില്ല എന്ന് അള്ളാഹുവിനോട് പറയുകയാണ്. തൗഹീദിന്റെ കലിമ ദിക്റായിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ പല വകഭേദങ്ങൾ റസൂലുള്ളാഹി പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂല് പറയാ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഫീ യൗമിൻ മിഅത്ത മറ. ഓരോ ദിവസവും 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. കലിമത്തു തൗഹീദിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു രൂപം. കാനത്ത് ലഹു അതില അശ്രി ലിഖാബിൻ, 10 ആളുകളെ മോചിപ്പിച്ചതുപോലെയാണ്. കേരളം ഒന്നായിട്ട് അറിഞ്ഞ് കലക്ഷൻ നടത്തിയിട്ട് ഒരു മോചനം നടത്തിയില്ലേ? കൊല്ലപ്പെടാൻ സാധ്യതയുള്ള വിധിക്കപ്പെട്ട ഒരു വ്യക്തിയെ എത്ര ആർജവത്തോടു കൂടിയാണത് ചെയ്തത്. അതുപോലെ 10 ആളുകളെ മോചിപ്പിച്ചാൽ കിട്ടുന്ന പ്രതിഫലം ഈ ദിക്റിനുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വകുതിബത്ത് ലഹു മിഅത്തു ഹസന വമുഹയ്യത്ത് അൻഹു മിഅത്തു സയ്യിഅ. ഒരുപാട് തിന്മകൾ അവൻ്റേത് പൊറുക്കപ്പെടുന്നു, നന്മകൾ അവന് എഴുതപ്പെടുകയും ചെയ്യുന്നു. തന്നെയുമല്ല, അന്നത്തെ ദിവസം അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. പൈശാചികമായ ഉപദ്രവങ്ങളൊന്നും അവന് ബാധിക്കുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സാധാരണഗതിയിൽ മിസ്കീന്മാരെന്ന് പറഞ്ഞാൽ, അവനൊരു മിസ്കീനാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി പൈസ ഇല്ല, ജോലിയില്ല, ജീവിതത്തിന് ഇങ്ങനെ പ്രയാസപ്പെടുകയാണ്, ഈ ദുനിയാവൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന അർത്ഥത്തിലാണ് പറയാറുള്ളത് മിസ്കീൻ എന്നൊക്കെ. എന്നാൽ യഥാർത്ഥ മിസ്കീൻ എന്ന് പറഞ്ഞാൽ 10-60 കൊല്ലം ഇവിടെ ജീവിച്ചിട്ട് ഇവിടുന്ന് ഒന്നും കൊണ്ടുപോയില്ല, ഒന്നും സമ്പാദിച്ചില്ല ആഖിറത്തിലേക്ക്, അവനാണ് മിസ്കീൻ. അവനാണ് യഥാർത്ഥത്തിൽ മിസ്കീൻ. ഏറ്റവും നല്ലത് കൊണ്ടുപോകണം ഇവിടെ വെച്ച്. ആ നല്ലതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നത്. നമ്മൾ ദിക്ർ ചൊല്ലിയാൽ ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലും അതുകൊണ്ട് ഉപകാരം. അല്ലാഹു തആല പറയുന്നു, വല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സിന് സമാധാനവും ശാന്തിയും കിട്ടണമെങ്കിൽ ദിക്ർ ഉണ്ടാകട്ടെ ജീവിതത്തിൽ. സമാധാനവും ശാന്തിയും കിട്ടാൻ എത്ര ഉല്ലാസയാത്രകളാ നടത്താറുള്ളത്, എന്തെല്ലാം പദ്ധതികളാ ആവിഷ്കരിക്കാറുള്ളത്, എത്ര പണമാണ് അതിന് ചെലവാക്കാറുള്ളത്. അള്ള പറയാ, നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും വേണോ? എന്നെ ഓർമ്മിച്ച മക്കളെ ദിക്ർ ചൊല്ലിക്കോ എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് നിരന്തരമായി ദിക്റിൽ മുഴുകിയ ജീവിതമാകണം നമുക്കുണ്ടാകേണ്ടത്. കാരണം ആളുകൾ നിരാശപ്പെടുന്ന പല സന്ദർഭങ്ങളും ജീവിതത്തിലുണ്ട്, നമ്മുടെ മുന്നിലുണ്ട്. ആ സമയത്ത് നല്ല പ്രതീക്ഷയുണ്ടാകണമെങ്കിൽ ദിക്ർ കൊണ്ട് നടക്കുന്ന ആളാകണം. ആളുകൾ വെപ്രാളപ്പെട്ടു പോകുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. ഖബറുണ്ട്, വിചാരണയുണ്ട്, മഹ്ശറയുണ്ട്, പതറിപ്പോകുന്ന രംഗങ്ങളുണ്ട്. അവിടെ ഉറച്ചു നിൽക്കണമെങ്കിൽ ദുനിയാവിൽ ദിക്ർ കൊണ്ട് നടക്കണം. അപ്പൊ മനസ്സിന് തുമഇനീനത്ത് കിട്ടും. അതാ അല്ലാഹ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിന് തുമഇനീനത്തും സമാധാനവും ശാന്തിയും വേണോ? നിങ്ങൾ ദിക്ർ കൊണ്ട് നടന്നോളിയും. ജീവിതത്തിൽ ഒരുപാട് രംഗങ്ങൾ വരാനുണ്ട്. ഊരിലിട്ടുള്ള ഖബറിൽ ഒരുപാട് കാലം ഏകനായി കിടക്കണം.
അങ്ങനെ തനിച്ചു കിടക്കുമ്പോ കൂട്ടിന് ദിക്ർ വരും, അവിടെ മനസ്സമാധാനം കിട്ടും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു തആല പറയാ, ഈ ദിക്ർ ചൊല്ലുന്ന ആളുകളുടെ ശ്രേഷ്ഠത പറഞ്ഞ് അതിന്റെ നെറുക വരെ അല്ലാഹു തആല വിശദീകരിച്ചു. അല്ലാഹ് പറയാ, യബ്ന ആദം, ഓ മനുഷ്യ, നീ ഒരിടത്തിരുന്ന് നിന്റെ മനസ്സിൽ എന്നെ ഓർമ്മിച്ചാൽ, നാവോണ്ടൊന്നും പറഞ്ഞിട്ടില്ല, ആരും കേട്ടിട്ടില്ല, അള്ളാനെ പറ്റിയുള്ള ഒരു ഓർമ്മ മനസ്സിൽ വന്നാൽ, ഞാൻ നിന്നെയും തിരിച്ചോർമ്മിക്കുന്നതാണ്. അള്ളാഹ് നമ്മെ പറ്റി ഓർമ്മിക്കുക. നമ്മൾ അങ്ങോട്ട് ഓർമ്മിക്കുന്ന സമയത്ത് നീ ഒരു സദസ്സിൽ വെച്ചാണ് എന്നെ സംബന്ധിച്ച് പറഞ്ഞതെങ്കിൽ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്നെ സംബന്ധിച്ച് ഞാനും പറയും എന്ന് അല്ലാഹു തആല. എത്ര വലിയ പ്രശസ്തിയാ! എന്റെ പേര് വന്നില്ലല്ലോ എന്ന് വിലപിക്കുന്ന പല രംഗങ്ങളും പലരിൽ നിന്നും നമ്മൾ കേൾക്കാറുണ്ട്. അള്ളാഹുവിങ്കൽ പേര് വരികയാണ്, അവന്റെ മലക്കുകളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ മനുഷ്യൻ എന്താ ചെയ്തത്? ദുനിയാവിൽ വെച്ച് ദിക്ർ ചൊല്ലിയതാ. ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, സഹോദരങ്ങളെ, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ നിഅമത്തും അതുപോലെ തന്നെ കുറെ തെറ്റുകുറ്റങ്ങളും. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുക. ഒരു ഭാഗത്ത് നിറയെ അള്ളാന്റെ നിഅമത്തുകളാ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് കുറെ തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ ഇസ്തിഗ്ഫാർ വേണം, അത് ദിക്റാ. ആ നിഅമത്തുകൾ നമുക്ക് അർഹതപ്പെട്ടതാകണമെങ്കിൽ അതിന് ഹംദും ശുക്റും വേണം, അതും ദിക്റാ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദിക്ർ കൊണ്ട് തന്നെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. പാപങ്ങളുണ്ടോ, ഇസ്തിഗ്ഫാർ ചെയ്തോ, തൗബ ചെയ്തോ, അള്ളാഹുവിനെ ഓർമ്മിച്ചോ, അത് ദിക്റാണ്. അള്ളാഹുവിന്റെ നിഅമത്തുകൾ അനുഭവിക്കുകയാണ്, ഹംദ് ചെയ്തോ, ശുക്ർ ചെയ്തോ, അതും ദിക്റാണ്. അപ്പൊ ഒരു മുഅ്മിനിന്റെ ജീവിതം തന്നെ ദിക്റാണ്, അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുക. ബാക്കിയുള്ള ഇബാദത്തുകൾക്കൊക്കെ ഒരു കണക്കും കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്ര ദിക്റിന് പറഞ്ഞിട്ടില്ല, എത്രയോ ആകാം, എങ്ങനെയും വർദ്ധിപ്പിക്കാം. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ജീവിതാനുഭവം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം ഒരു ദിവസം യാത്ര ചെയ്തു, എങ്ങോട്ടോ പോയി, അവസാനം ഒരു പള്ളിയിലെത്തി. അദ്ദേഹത്തിന് പരിചയമില്ല, അദ്ദേഹത്തെയും പരിചയമില്ല. എന്നാൽ ഇന്ന് പള്ളി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. പള്ളി കയറി അവിടെ ഉറങ്ങാൻ നോക്കുമ്പോൾ പള്ളിയുടെ പരിപാലകനായ ഡ്യൂട്ടിക്കാരൻ പറഞ്ഞു, ഇവിടെ ഉറങ്ങാൻ പറ്റൂല, ഇത് ഉറങ്ങുന്ന സ്ഥലമല്ല, പള്ളിയാണ്, ഇവിടെ സമ്മതിക്കൂല. ഞാൻ അഹ്മദ് ബിൻ ഹംബലാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നല്ലോണം സ്വീകരിക്കും, പക്ഷെ മൂപ്പര് പറഞ്ഞില്ല. അദ്ദേഹം കുറച്ച് സംസാരിച്ചു നോക്കി, ഒരു കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഉറങ്ങിക്കോട്ടെ, സുബൈക്കങ്ങ് പോവും, പറ്റൂല, ഇവിടെ ഇറങ്ങാൻ പറ്റൂല എന്ന് പറയാ മാത്രല്ല, അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കി. ഈ അദ്ദേഹത്തെ പുറത്താക്കുന്നത് വേറൊരാൾ അത് വഴി നടന്നു വരുമ്പോ കണ്ടു. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു, അദ്ദേഹം ഇടപെട്ടു. അപ്പൊ വിഷയം മനസ്സിലാക്കി, ഇദ്ദേഹത്തിന് ഉറങ്ങണം, അത് നിങ്ങൾ പ്രയാസപ്പെടേണ്ട, കൂടെ വന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം ഒരു റൊട്ടി ചുടുന്ന ആളായിരുന്നു. അദ്ദേഹം മാവ് കുഴക്കുന്ന സമയത്തും റൊട്ടി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നിരന്തരമായി ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദിക്റുകളാണ്. അഹ്മദ് ബിൻ ഹംബൽ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ച് കുറെ ഇദ്ദേഹത്തിന്റെ ദിക്റൊക്കെ കേട്ട് അവിടെ കിടന്നുറങ്ങി. അങ്ങനെ സുബഹിക്ക് ഉറക്ക് കളിഞ്ഞു നോക്കുമ്പോൾ വീണ്ടും ഇദ്ദേഹം ജോലിയിലാണ്, ദിക്റിലാണ്. അഹ്മദ് ബിൻ ഹംബൽ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ദിക്ർ ചൊല്ലിയിട്ട് എന്താ കാര്യം? ഇതും കാര്യമുണ്ടോ? അദ്ദേഹം പറയാ, എന്റെ കാര്യം മുഴുവനും ഇതാ, ഞാൻ എന്ത് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടോ അള്ളാഹ് എനിക്ക് തന്നിട്ടുണ്ട്, പക്ഷെ ഒരൊറ്റ കാര്യം തന്നിട്ടില്ല, എപ്പോൾ തരികയെന്ന് ഞാൻ അറിയില്ല. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് അഹ്മദ് ബിൻ ഹംബലിനൊന്ന് ജീവനോടെ കാണണമെന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അത്ര യാത്ര ചെയ്യുന്ന ആളൊന്നുമല്ല, ഈ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടുന്ന മനുഷ്യനാ, എനിക്ക് അദ്ദേഹത്തിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു അനുഭവം അഹ്മദ് ബിൻ ഹംബൽ പറയുന്നുണ്ട്. അദ്ദേഹം കരഞ്ഞുപോയി. എന്താണ് ഈ പറയുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ,
നമ്മുടെ ദിക്ർ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, നമ്മുടെ ഏക ആരാധ്യനായ റബ്ബ്, ആ റബ്ബിനെ പറയാൻ, അവനെ ഓർമ്മിക്കാൻ അതിനുള്ളതാ നമ്മുടെ ഖൽബ്, അത് പറയാനാ നാവ്, അത് കേൾക്കാനാ നമ്മുടെ കാത്. അവനെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുക, നിരന്തരമായി ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഒരു കാശും അതിന് ചെലവാക്കേണ്ടതില്ല. അങ്ങനെ അള്ളാഹുവുമായിട്ട് അടുക്കുക, അള്ളാഹുവുമായിട്ട് അടുത്ത നല്ല ബന്ധമുള്ള മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിദില്ലാഹ്. ഉസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആത്മാവിൻ്റെ, നമ്മുടെ ഖൽബിൻ്റെ ജീവൻ, അതിൻ്റെ നിലനിൽപ്പ് ദിക്റിലൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന്, അതിൻ്റെ ജീവന്റെ തുടിപ്പിന് വളരെ അത്യാവശ്യമായ സംഗതിയാണ് ജലം, വെള്ളം. മഴക്കാലത്താണ് നമ്മൾ ഉള്ളത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് വെള്ളം വേണം. ജീവജാലങ്ങളുടെ ഉത്ഭവവും അതിൻ്റെ നിലനിൽപ്പും വെള്ളം കൊണ്ടാണെന്ന് ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. ഇഷ്ടംപോലെ ശുദ്ധജലം ലഭിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പക്ഷേ ഒരു വിരോധാഭാസം എന്ന് പറയട്ടെ, ശുദ്ധജലത്തിൻ്റെ ക്ഷാമം കേരളവും അനുഭവിക്കുന്നുണ്ട്. ജലം ഒരുപാടുണ്ട്, മലിനമായിക്കൊണ്ടേയിരിക്കുകയാണ്. മലിനീകരണം കൂടി വരികയാണ്. അള്ളാഹുവിന്റെ നിഅമത്താകുന്ന വെള്ളത്തെക്കുറിച്ച് ആലോചിക്കാൻ, ചിന്തിക്കാൻ ഖുർആൻ പറയുന്നുണ്ട്. അതൊക്കെ ദിക്റിന്റെ ഭാഗമാണ്. ഒരുപാട് ജലസ്രോതസ്സുകളുണ്ട് ഇവിടെ, നദികളുണ്ട്, തടാകങ്ങളുണ്ട്. എല്ലാം മലിനമായിക്കൊണ്ടിരിക്കുന്നു. ആരാ മലിനാക്കുന്നത്? മറ്റാരുമല്ല, മനുഷ്യന്മാരെന്നെ. കയ്യിൽ കാണുന്ന വേസ്റ്റ് മുഴുവനും വലിച്ചെറിയാനുള്ള സ്ഥലമായി. അത് ഫാക്ടറിയുടെ മാലിന്യങ്ങളാണെങ്കിലും രാസമാലിന്യങ്ങളാണെങ്കിലും ഒക്കെ തള്ളുന്ന ഇടങ്ങളായി ജലസ്രോതസ്സുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തികളും ഫാക്ടറികളും കമ്പനികളും വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അള്ളാഹുവിനോടുള്ള ബന്ധം, അവന്റെ നിഅമത്ത്, വെള്ളത്തോടുള്ള നമ്മുടെ ബഹുമാനവും കടപ്പാടും അത് നിലനിർത്തിക്കൊണ്ട് യുവാക്കളും കുട്ടികളും എല്ലാവരും സോഷ്യൽ മീഡിയകളിലൂടെ ഈ ജലമലിനീകരണത്തിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. നിരന്തരമായി ശ്രമിക്കേണ്ടതുണ്ട്. ഒരുപാട് രോഗാണുക്കളെ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ നിയമപാലകർ വരെ കണ്ണടച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നമ്മുടെ വീട്ടിൽ കയറി വന്ന് ചിരട്ടേല് വെള്ളമുണ്ടോ, കൊതുക് വരുമെന്ന് പറയാനുള്ള നേരെയുള്ളൂ. വലിയ വലിയ മാലിന്യങ്ങൾ ഒഴുകി നടക്കുന്നത് കാണുന്നില്ല. ഇഞ്ചിഞ്ചായി ജന്തുവർഗത്തെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിലും മനുഷ്യനും അതിൻ്റെ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെതിരെയുള്ള ശബ്ദം വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അള്ളാഹു സൂറത്തുൽ മുൽക്ക് അവസാനിപ്പിക്കുന്നത് വെള്ളത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. അള്ളാഹു ചോദിക്കുകയാണ്, കുൽ, നബിയെ തങ്ങൾ അവരോട് ചോദിക്കുക, പറയുക, അറഅയ്തും, നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അള്ളാഹു ചോദിക്കുക, നിങ്ങളുടെ ഈ വെള്ളമെങ്ങാനും അങ്ങ് പിൻവലിഞ്ഞു പോവുകയാണെങ്കിൽ, അതങ്ങ് വറ്റിപ്പോയാൽ, അല്ലാഹു തആല അതിനെ അങ്ങ് പിൻവലിച്ചാൽ, അങ്ങനെ അതങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ, സഞ്ചരിക്കുന്ന നല്ല വെള്ളം നിങ്ങൾക്ക് ആര് തരും? അല്ലാഹു തന്നതല്ലേ ഈ വെള്ളം. ആ വെള്ളം അല്ലാഹ് അങ്ങ് പിൻവലിച്ചാൽ പിന്നെ നിങ്ങൾക്കാര് വെള്ളം തരും എന്ന് ചോദിക്കുന്നുണ്ട് റബ്ബ്. നമ്മൾ കുടിക്കുമ്പോൾ അല്ലാഹുവിന് ദിക്ർ ചൊല്ലിയിട്ടാ കുടിക്കുന്നത്. ബിസ്മില്ലാ, അള്ളാഹിനോട് സമ്മതം ചോദിച്ചിട്ട് കുടിച്ചു കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ നമ്മൾ ശുക്ർ ചെയ്യുന്നുണ്ട്.
ഇതുപോലെ ആ വെള്ളത്തിന്റെ ഉത്ഭവത്തെ കുറിച്ചും ആ ലോകത്തിന്റെ വലുപ്പത്തെ കുറിച്ചും ആലോചിക്കുന്നത് നമ്മുടെ ഖൽബ് കൊണ്ട് ചെയ്യുന്ന ദിക്റാണ്. അള്ളാഹുവിന്റെ ആയാത്തുകളെ കുറിച്ച് ആലോചിക്കുന്നത് ദിക്റാണ്. അള്ളാഹുവിന്റെ ആ സംവിധാനവും ആ സംവിധാനത്തോട് നമ്മുടെ നന്ദി ഹൃദയം കൊണ്ട് പ്രകടിപ്പിക്കുന്നതും അതിന്റെ നിലനിൽപ്പിനായി പരിശ്രമിക്കുന്നതെല്ലാം ദിക്റിന്റെ ഭാഗമാണ്. അങ്ങനെയൊക്കെ അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരണേ റഹ്മാനെ. സദാസമയവും നിനക്ക് ദിക്ർ ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുന്ന മുഅ്മിനീങ്ങളാക്കണേ റഹ്മാനെ. പ്രതിസന്ധികളിൽ ക്ഷമിച്ചുകൊണ്ട് നിന്നെ ഓർമ്മിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ലാക്കിരീങ്ങളിൽ നീ നൽകുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകി പാപികളായ ഞങ്ങളെയും സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.